അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസും, അതായത് എക്സസൈസ് 4-ലെ ബി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷനായിട്ട് വായിക്കുമ്പോൾ, if interest is compounded more than once a year, the effective interest rate of an year exceeds the per annum interest rate. But if the interest is compounded annually, effective rate of interest for the year will be equal to actual interest rate per annum. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് മോർ ദാൻ വൺസ് ഒരു വർഷത്തിൽ നമ്മൾ പിന്നെയും നമ്മൾ ഇൻട്രസ്റ്റ്, അതായത് ഹാഫ് ഇയർലി ബേസിസോ ക്വാർട്ടർലി ബേസിസോ മന്ത്ലി ബേസിസോ ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അതിൻ്റെ നമുക്ക് അവസാനം കിട്ടുന്ന റിട്ടേണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അല്ല നമ്മൾ ആനുവലി ആണെങ്കിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് കുറച്ചുകൂടി ഡെഫിനേഷൻ പറയണേക്കാട്ടിലും ഭേദം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആദ്യം തന്നെ നോക്കാം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കിട്ടുന്ന പൈസകൾ മുഴുവൻ ഒരു 3 ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. 3നും ഡെപ്പോസിറ്റ് ചെയ്യണത് ഒരേ എമൗണ്ട് 10,000 റുപ്പീസ്. SBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസിസിൽ 6% കോമ്പൗണ്ടഡ് ആനുവലി. SBIയിൽ അല്ല HDFCയിൽ ഇടുന്ന സമയത്ത് 6% തന്നെ സെയിം പെർസെൻറ്റേജ് തന്നെ, ബട്ട് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. പിന്നെ XY ബാങ്ക്, അതൊരു ഏതെങ്കിലും ബാങ്ക് 6% സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ഇടുകയാണ്. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കുമ്പോൾ SBIയിൽ ഒരു വർഷത്തേക്ക് തന്നെ ഒറ്റ ടേണേ ഉള്ളൂ. SBIയിൽ 10,000 6% ഫോമിൽ, അതായത് ഇവിടെ 10% നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ട് നമുക്ക് എന്തായിരിക്കും? 10,000 പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 6%. അപ്പോൾ നമുക്ക് 600 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 600, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,600. ഇനി അടുത്ത എക്സാമ്പിൾ SBIയിൽ ഇനി അടുത്തൊരു HDFC ബാങ്കിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞത് അത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ബേസിസ് ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ 2 വട്ടം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വന്ന് 6% ആണ്. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ റേറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3% ഫോമിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 10,000 ഡെപ്പോസിറ്റ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് നമുക്ക് 300 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ 10,300. ഇനി അടുത്തത് നോക്കുന്ന സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് സമയത്ത് 10,000 അല്ല 10,300ൻ്റെ 3% നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിലാദ്യത്തെ ഇൻട്രസ്റ്റ് നമുക്ക് 300 കിട്ടി. ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുക 309 ആയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് നോക്കുക. ഞാൻ നോക്കി വെച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി. നമ്മൾ നോക്കാം 10,300ൻ്റെ 3% നോക്കുന്ന സമയത്ത് 309. അപ്പോൾ നമ്മൾ ടോട്ടൽ എഴുതുന്ന സമയത്ത് ഈ എമൗണ്ട് പ്ലസ് 309, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,609. അപ്പോൾ ആ ഇയർ കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 10,609.
ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. XY ബാങ്കിൽ അത് ക്വാർട്ടർലി ബേസിസ് ആണ്. അപ്പം 4 വട്ടം 1 2 3 4 അപ്പോൾ എല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ 6നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1.5%, 1.5 1.5%. അപ്പോൾ ഫസ്റ്റ് 10,000 ഇടുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഫസ്റ്റ് ക്വാർട്ടർ കഴിയുന്ന സമയത്ത് 150. അപ്പോൾ നമുക്ക് ടോട്ടൽ 10,150. പിന്നെ ഇതിൻ്റെ അടുത്ത റേറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് അടുത്ത കൊല്ലം നമുക്ക് കിട്ടുക 10,302. പിന്നെ അതിൻ്റെ അടുത്ത കൊല്ലം 10,000 അടുത്ത കൊല്ലമാണ് ഞാൻ പറയണല്ലേ, അടുത്ത കൊല്ലമല്ല, അടുത്ത ക്വാർട്ടറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ 10,150 കിട്ടും, സെക്കൻഡ് ക്വാർട്ടറിൽ 10,302 കിട്ടും, തേർഡ് ക്വാർട്ടറിൽ 10,456 കിട്ടും, അതിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ 10,614. അങ്ങനെ 3 കിട്ടും. ഇനി നമ്മളിതിൻ്റെ റിട്ടേൺ നോക്കുക. അതായത് ഇപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇയർ കിട്ടുന്ന 600 ഡിവൈഡഡ് ബൈ 10,000 ചെയ്താൽ നമുക്ക് 6% എന്ന് കിട്ടും. റിട്ടേണിൻ്റെ പെർസെൻറ്റേജൊക്കെയാണ്, അതായത് നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ടിൻ്റെ റിട്ടേൺ എത്രയാണെന്ന് നോക്കുക. അതായത് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ടും ഇപ്പോഴത്തെ നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തത് ഏതാണ് കൂടുതൽ ഇതാണെന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റേതാകുമ്പോൾ 609 റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് 609 ഡിവൈഡഡ് ബൈ 10,000 that is equal to 6.09. പിന്നെ ഇതിൽ 614 ഡിവൈഡഡ് ബൈ 10,000 that is equal to 6.14. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഇപ്പോൾ ഈ നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിന് ഡെഫിനിഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ ആനുവലി ഇഫക്റ്റീവ് റേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇയർ വിൽ ബി ഈക്വൽ ടു ദ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ആനുവലി ബേസിസിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണ അതേ പെർസെൻറ്റേജിൽ തന്നെയായിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുക. അല്ല കോമ്പൗണ്ടഡ് ആനുവലി അല്ലാതെ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ബേസിസോ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കൂടും. അതാണ് ഡെഫിനിഷനിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു. ഇതിൻ്റെ പകരം ഡയറക്റ്റ് ഫോർമുലയാണ് ഈസ് ഈക്വൽ ടു 1+i⁻n−1 അല്ലെങ്കിൽ i ഈസ് ഈക്വൽ ടു പി പ്രിൻസിപ്പൾ ഇൻറ്റു ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടി ടൈമും. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബീത്തെ, അതായത് എക്സസൈസ് 4 സെക്ഷൻ ബീത്തെ എക്സാമ്പിൾസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ സെക്ഷൻ 4 ബി നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് ക്വസ്റ്റ്യനിൽ P is equal to 1,000, R is equal to 15% per annum, N is equal to 4. Find amount and compound interest ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A is equal to P into 1+i⁻n. Compound interest is equal to P. Compound interest കണ്ടുപിടിക്കാൻ compound interest is equal to P into 1+i⁻n−1. അപ്പോൾ P തന്നിട്ടുണ്ട് 1,000 into 1+i. I is equal to 5/100. That is equal to 0.5. അപ്പോൾ 1+0.5 raised to n 4. That is equal to amount 1,215.50 എന്ന് നമുക്ക് കിട്ടും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളും എമൗണ്ടും അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. 1,000 amount minus principal is equal to interest. That's all. അല്ല ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ P is equal to 1,000,
1 plus I is equal to 1.05 raised to 4 minus 1 that is equal to 215.50. രണ്ടായാലും ചെയ്യാം. ടൈം ഏതാ കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അതിനനുസരിച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, P is equal to 100, R is equal to 5%, N is equal to 20. What about the find compound interest amount? അപ്പോൾ A is equal to P into 1 plus I raised to N, 100 into 1.05 raised to 20 that is equal to 265.3032 that is അത് 32 എന്നാണ് കിട്ടുക. പിന്നെ നമ്മുടെ ഓപ്ഷൻസിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ 265.50. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, interest corresponding to nominal rate is 3% when half yearly. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് ടു ദ നോമിനൽ റേറ്റ് 3% പേയബിൾ ഹാഫ് ഇയർലി എന്നാണെങ്കിൽ 3% ആണ് ആനുവലി. അപ്പോൾ ഹാഫ് ഇയർലി ബേസിസ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 3%നെ ഹാഫ് ആക്കണം. അപ്പോൾ 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5%. അപ്പോൾ അത് ഇൻട്രസ്റ്റേക്ക് ആക്കുക, അതായത് ഡിവൈഡ് ബൈ 100 ചെയ്തിട്ട് റേറ്റിനെ ഇൻട്രസ്റ്റിലേക്ക് ആക്കി വയ്ക്കാം. പിന്നെ നമ്മൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈസ് ഈക്വൽ ടു 1 plus I raised to N minus 1, 1 plus 0.015 raised to 2 minus 1 that is equal to 1.015 raised to 2 minus 1 that is equal to 0.03022. പിന്നെ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് റേറ്റിൻ്റെ ഫോമിലേക്ക്, അതായത് പെർസെൻറ്റേജ് ഫോമിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 3.0225 എന്ന് കിട്ടും. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P is equal to 1 lakh, R is equal to 20, A is equal to 30,000. വൈൽ വി ആർ ഇതിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ മെഷീൻ ഡിപ്രീഷിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 2%. ഞാൻ ഡയറക്റ്റ് പെർസെൻറ്റേജുകൾ മാത്രമേ എഴുതിയുള്ളൂ. ആൻഡ് റെഡ്യൂസിങ് ബാലൻസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ വാസ് 1 lakh ആൻഡ് ഇറ്റ്സ് അൾട്ടിമേറ്റ് സ്ക്രാപ്പ് വാല്യൂ വാസ് 30,000 ആൻഡ് ദ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് ദ മെഷീൻ ഈസ്, അതെൻ്റെ ഏറ്റവും ഇഫക്റ്റീവ് ലൈഫാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പിൾ 1 lakh മെഷീൻ്റെ ഒറിജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ എമൗണ്ട് 30,000 എന്ന് പറയുന്നത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ, അൾട്ടിമേറ്റ് സ്ക്രാപ്പ് വാല്യൂ ലാസ്റ്റ് കിട്ടുന്നത് 30,000. പിന്നെ R is equal to 20. അപ്പോൾ എമൗണ്ടിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P 1 lakh 1 minus R, അതായത് ഈ 1 minus R നമ്മൾ സാധാരണ എമൗണ്ടിൻ്റെ ഫോർമുലയിൽ എന്താ ചെയ്യുക, 1 plus I raised to N എന്നാണ് ചെയ്യുക. P into 1 plus I raised to N is equal to A എന്നാണ്. പക്ഷേ ഇതിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യണത്, അതായത് നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് പ്രിൻസിപ്പിൾ 1 lakh ആണ്, പക്ഷേ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് 30,000 ആണ്. സാധാരണ നമ്മൾ പറയുക എന്താ, പ്രിൻസിപ്പിൾ പ്ലസ് പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് എന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, എമൗണ്ട് പ്രിൻസിപ്പിളേക്കാട്ടിലും ഏറ്റവും ചെറുതായിരിക്കുകയാണ്. സാധാരണ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിളേക്കാട്ടിലും കൂടിയിരിക്കേണ്ട വാല്യൂ ഇപ്പോൾ കുറഞ്ഞിരിക്കുക. കാരണം എന്തുകൊണ്ടാണ്, ഡിപ്രീസിയേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. മെഷീൻ ഡിപ്രീഷിയേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എമൗണ്ട് 30,000 ഏറ്റവും ചെറുതിരിക്കുന്നത് 30,000 ആണ് എമൗണ്ടായിട്ട് എടുത്തേക്കണത്. അങ്ങനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും കുറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ 1 minus R ആണ് ചെയ്യുക, 1 plus R അല്ല ചെയ്യുക. അപ്പോൾ ഈ ഫോർമുലയിൽ നമ്മൾ ഇത് ആലോചിച്ചിരിക്കുക. ഡിപ്രീസിയേഷനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസിലൊക്കെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ 1 minus I ദാറ്റ് ഈസ് 1 minus R by 100 raised to N എന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ R 20 by 100 നമ്മൾ 0.2 കിട്ടും. 0.2 1 minus 0.2 is equal to 0.8 raised to N. എന്നെ നമുക്കറിയില്ല. P 1 lakh അറിയാം, ഈസ് ഈക്വൽ ടു 30,000 എമൗണ്ട്. അപ്പോൾ 0.18 raised to N ഈസ് ഈക്വൽ ടു 0.3 എന്ന് അറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത്
ഈ 3 ആയത് 0.3 ആയത് 1 ലാഖിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇനി നമ്മൾ അധികം ടൈം കളയാതെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കണ 4 ഓപ്ഷൻസിൽ 4.5ഉം 5ഉം 5.4ഉം ആണ്, പിന്നെ നൺ ഓഫ് ദീസും. അപ്പോൾ 3 ഓപ്ഷൻസാണ് നമുക്ക് ചെയ്യാനുള്ളത്. 0.8 റേസ് ടു 4.5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടുക നോക്കാം. 0.8 raised to 4.5 that is equal to 0.366. ഇനി അടുത്തത് 0.8 raised to 5 that is equal to 0.8 raised to 5 that is equal to 0.327. okay. ഇനി 0.8 raised to 5.4 അല്ല സോറി 5.4 that is equal to 0.8 raised to 5.4 is equal to 0.2996. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് നോക്കുക. അല്ലാതെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അതായത് ഇതിനൊക്കെ പറഞ്ഞ് ലോഗറിതം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മൾ അതൊന്നും ചെയ്യണ്ട. വേഗം നമുക്കറിയാവുന്ന 3 ഓപ്ഷൻസാണ്. ഇങ്ങനെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പമാണ് ഈ 3 ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് അടിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തായിട്ടുള്ള വാല്യൂ ഏതാ നോക്കുക. അപ്പോൾ ഇതിൽ 3.2 ഉണ്ട്, 3.6 ഉണ്ട്. 3.6 എന്തായാലും വരില്ല. പിന്നെ 3.2299. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 3.2 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും അടുത്തത്, അതായത് 5.4. എന്നാൽ ഇത് അക്യുറേറ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് അതിൽ അപ്രോക്സിമേറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്രോക്സിമേറ്റ് ആയിരിക്കും എമൗണ്ട് എന്ന്. അപ്പോൾ 5.4 ആണ് കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 5.4 ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, A is equal to 1000, N is equal to 2, R is equal to 6%. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ബേസിസ് ആണ്. പിന്നെ പ്രിൻസിപ്പിളാണ് ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എമൗണ്ട്. ഹാഫ് ഇയർലി ബേസിസ് ആണെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ എന്നിനെ 4 കൺവേർട്ട് ചെയ്യണം. ഇത് ആനുവലി ബേസിസ് ആണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. അപ്പോൾ ഹാഫ് ഇയർലി ബേസിസിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 4. 6% എന്ന് പറയുന്നത് ആനുവൽ ബേസിസ് ആണ്. ഹാഫ് ഇയർലി ബേസിസിലേക്ക് ആക്കുമ്പോൾ 6/2 ദാറ്റ് ഈസ് ഇക്വൽ ടു 3%. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം തെറ്റും. അപ്പോൾ നമ്മളത് ആനുവലി ബേസിസ് ആണോ ക്വസ്റ്റ്യൻ തന്നേക്കണേ അതോ ഹാഫ് ഇയർലി ബേസിസ് ആണോ ക്വസ്റ്റ്യനിൽ തന്നേക്കണേന്ന് നമ്മൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത് A is equal to amount is equal to P plus 1 plus I raised to N. എമൗണ്ട് എന്ന് പറയുന്നത് 1000 ഇൻറ്റു പി നമുക്കറിയില്ല, ഇൻറ്റു 1 പ്ലസ് 0.03 ഹാഫ് ഇയർലി 3 ഡിവൈഡ് ബൈ 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 0.03 റേസ്ഡ് ടു 4. അപ്പോൾ പി ഇൻറ്റു 1.03 റേസ്ഡ് ടു 4 ഈസ് ഇക്വൽ ടു 1000. അപ്പോൾ റേസ്ഡ് ടു 4 ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു 1.125 ഈസ് ഇക്വൽ ടു 1000 ദാറ്റ് ഈസ് ഇക്വൽ പി ഈസ് ഇക്വൽ ടു 1000 ഡിവൈഡ് ബൈ 1.125 ദാറ്റ് ഈസ് ഇക്വൽ ടു 888.8. അതിൻ്റെ അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് 6th ക്വസ്റ്റ്യനിൽ 2% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വർഷാവർഷം 2% ബേസിസിൽ ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് അതൊരു 40% ഈ പോപ്പുലേഷനിൽ ഇൻക്രീസ് ആയി നിൽക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുക. അപ്പോൾ ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ 100 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 100 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് വർഷാവർഷം മാറുന്നത് 2%. എത്ര വർഷം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. അത് എത്ര വർഷം കൊണ്ടാണ് 140 അതായത് 40% ആ പോപ്പുലേഷൻ്റെ 40% ഇൻക്രീസ് ഉണ്ടാവുക എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ബേസിച്ചാണ് വേഗം ചെയ്യാൻ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾസ് എടുക്കുക. നമ്മൾ ഇങ്ങനെ അറിയില്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ 1 + 2/100 ദാറ്റ് ഈസ് ഇക്വൽ ടു 1.02 റേസ് ടു n ഈസ് ഈക്വൽ ടു 1.4. അപ്പോൾ നമ്മളിനി ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വീഡിയോയിൽ പറയണ മാതിരി കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് മുമ്പത്തെ 4th ക്വസ്റ്റ്യനിൽ ചെയ്യണ മാതിരി വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക്
17%, അപ്രോക്സിമേറ്റ്ലി 17% ആയിരിക്കും ഈക്വലായിട്ട് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് 110.16 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പറയാം. n = 3, r = 6%. പിന്നെ നമുക്കറിയാവും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് P × 1 + i raised to n - 1 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല PNR എന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. CI - SI എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല മൈനസ് PNR. P × 1 + i raised to n - 1 മൈനസ് PNR എന്ന് എഴുതുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് P ഇടണം. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് എഴുതിക്കണം. ഞാൻ ഈ സ്റ്റെപ്പ് എഴുതിയില്ല, അതിന് പകരം ഡയറക്റ്റ് എഴുതി. P എന്നുള്ള ഫോർമുല P എന്നുള്ള വാല്യൂ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ ഉള്ളിൽ ബ്രാക്കറ്റിലാക്കാം. 1 + i raised to n - 1 മൈനസ് NR = 110.16. അപ്പോൾ നമുക്ക് അറിയാത്ത വാല്യൂ ഞാൻ ഇതിൽ P എന്ന് തന്നെ എഴുതായിരുന്നു, എന്ന് എഴുതി ഞാൻ പെട്ടെന്ന്. അപ്പോൾ 1.06, അതായത് പെർസെൻറ്റേജ് 6 എന്ന് പറഞ്ഞിട്ട് 6/100, ദാറ്റ് ഈസ് 1.06 raised to n 3 എന്ന് തന്നിട്ടുണ്ട്. -1 മൈനസ് 3 × 0.06 ദാറ്റ് ഈസ് = 110.16. അങ്ങനെ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടും. P = 10,000 ആൻസർ കിട്ടും. ഇനി നമ്മളിതിൻ്റെ അഡീഷൻ ചെയ്യുക. നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ വേറൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും സിമ്പിൾ ഇൻട്രസ്റ്റിനെയും സമ്മ് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഞാൻ വെറുതെ ഒന്ന് എഴുതി മാത്രം. P × 1 + i raised to n - 1 പ്ലസ് NR. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ 10,000 ഇൻറ്റു ചേർന്നു ഇൻറ്റു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3,710.16. ജസ്റ്റ് എക്സംഷനായിട്ട് എഴുതിയത് കേട്ടോ, അല്ല വെറുതെ ഇത് ക്വസ്റ്റ്യനിലുള്ളതല്ല. നമ്മളെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ മതി. ഇത് ഡിപ്രീസിയേഷൻ കേസാണ്. അങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് തന്നേക്കണ വാല്യൂ അത് എഴുതാം. P = 10,000, R = 10, N = 10, A = എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P × 1 + i അല്ല, 1 - i raised to n A = A. അപ്പോൾ 10,000 × 1 - i is equal to 10/100, that is equal to 0.1, 0.1 minus 1, that is equal to 0.9, 0.9 raised to n is equal to 10, that is equal to 3,486.78 ആണ് ഉത്തരം. ഇനി ഇത് ഡിപ്രീസിയേഷൻ കേസ് ആയതുകൊണ്ടാണ് 1 - i എടുത്തത്. അല്ലെങ്കിൽ സാധാരണ 1 + i raised to n - 1 raised to n is equal, അതാണ് എമൗണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. ഇത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ നോമിനൽ വർഷമുള്ള പെർസെൻറ്റേജ് 7% ആണ്. ക്വാർട്ടർലി ബേസിസ്, അതായത് ക്വാർട്ടർലി എന്ന് എഴുതിയില്ല, ക്വാർട്ടർലി ബേസിസ്. അപ്പോൾ 4 n = 4 ക്വാർട്ടർലി ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n 4 ആണ്. അപ്പോൾ പെർസെൻറ്റേജിനെ 7/4, ദാറ്റ് ഈസ് = 1.75/100. 7/4, ദാറ്റ് ഈസ് = 1.75. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കുക, 0.0175. പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 7.185. അതാണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ പറയുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ P = 16,000 1.5 years. 1.5 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n 3 ആയിട്ട് എടുക്കുക. പിന്നെ R = 10, ദാറ്റ് ഈസ് = 3/2, ദാറ്റ് ഈസ് = ഹാഫ് ഇയർലി ബേസിസ് ആണ് ക്വസ്റ്റ്യൻ ഹാഫ് ഇയർലി ബേസിസ് ആണ്. അപ്പോൾ 10/2 ചെയ്യുക. അപ്പോൾ 5 ആണ് R ആയിട്ട് എടുക്കേണ്ടത്, 10 അല്ല 5 ആണ് R ആയിട്ട് എടുക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് = P × 1 + i raised to n - 1, that is equal to 16,000 × 1.05 raised to 3 - 1, that is equal to 252,522 ആണ് റൈറ്റ് ആൻസർ. 11th ക്വസ്റ്റ്യൻ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ക്വാർട്ടർലി ബേസിസ് ആണ്. P 40,000 1 ഇയർ ബേസിസ്. ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n 4 ആയിട്ട് എടുക്കണം. ഒരു വർഷത്തെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. P
പിന്നെ R 10 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഇക്വൽ ടു 2.5 40 ഡൗ P ഇൻറ്റു 1 പ്ലസ് I റേസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 4152.51 എന്ന വാല്യൂ കിട്ടും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി അടുത്തത് 12th ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും സബ്ട്രാക്ഷനാണ് കഴിഞ്ഞ തവണ ചെയ്ത മാതിരി. അപ്പോൾ അതിൽ നമുക്ക് P ഈസ് ഇക്വൽ ടു 2400 N ഈസ് ഇക്വൽ ടു 2 R ഈസ് ഇക്വൽ ടു 5 തന്നിട്ടുണ്ട്. P ഇൻറ്റു 1 പ്ലസ് I റേസ് ടു n മൈനസ് 1 മൈനസ് NR അതാണ് ഫോർമുല. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടും 6 ആണ്. അപ്പോൾ എമൗണ്ട് 6 ആണ് നമുക്ക് കിട്ടുക. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുക 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രിൻസിപ്പിൾ അറിയാൻ 1000, A ഈസ് ഇക്വൽ ടു 2000, N അറിയില്ല. പിന്നെ റേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഇതിൽ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും തന്നിട്ടുണ്ട്. ആനുവൽ ബർത്ത് ആൻഡ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് എത്ര പെർസെൻറ്റേജാണ് ഇൻക്രീസ് ആവണേന്ന് നോക്കുക. P 1000. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് നോക്കുമ്പോൾ 20/1000 ദാറ്റ് ഈസ് ഇക്വൽ ടു ഇൻറ്റു 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 2%. അതായത് ഈ ഫോർമുല നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു വർഷം 1000 ആൾക്കാരുണ്ട്. അതായത് ഡെത്ത് റേറ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് 1000 എടുത്ത് വെച്ചു. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിൻ്റെയും കോമ്പിനേഷനാണ്. അത് 20% ആണ് ഇത് ഇൻക്രീസ് ആവുന്നത്. 20% ബേസിസിലാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് 20/1000 ദാറ്റ് ഈസ് ഇക്വൽ ടു 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 2% നോക്കാം. അപ്പോൾ റേറ്റ് 2%, അതായത് ദാറ്റ് ഈസ് ഇക്വൽ ടു 6. പിന്നെ A ഈസ് ഇക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് I റേസ് ടു n ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A ഈസ് ഇക്വൽ ടു A എന്ന് പറഞ്ഞാൽ 2000, A ഈസ് ഇക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് I റേസ് ടു n. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 1.02 റേസ് ടു 2n ഈസ് ഇക്വൽ ടു 2 ദാറ്റ് ഈസ് ഇക്വൽ ടു. പിന്നെ നമ്മൾ അതിൽ ചെയ്യണ ഒരു എക്സാമ്പിൾസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 35 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. അടുത്തത് 14th ക്വസ്റ്റ്യൻ. P ഈസ് ഇക്വൽ ടു 4000, N ഈസ് ഇക്വൽ ടു 6 months. സോ 2 ഈസ് ദ N. ഇത് ക്വാർട്ടർലി ബേസിസിലാണ് ചെയ്യുന്നത്. 6 മാസം ക്വാർട്ടർലി ബേസിസിലാണ് ചെയ്യണത്. 6 ഡിവൈഡഡ് ബൈ 6നെ ഡിവൈഡ് ചെയ്യുക. ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ക്വാർട്ടർലി ചെയ്യണ സമയത്ത് 4ഉം ഹാഫ് ഇയറിനെ ക്വാർട്ടർലി ബേസ് ചെയ്യണ സമയത്ത് 2 ആണ്. 6 12% ദാറ്റ് ഈസ് ആനുവലി ആണ്. 12/4 ആണോ അപ്പോൾ ചെയ്യുക. 12/4 ഇത് ഹാഫ് ഇയർ 6 months എന്ന് പറഞ്ഞാൽ ഹാഫ് ആണല്ലോ. ഹാഫ് ഇയർലി വെച്ച് ആ ബേസിച്ചാണ് ഞാൻ പറഞ്ഞത്. 6 months ഡിവൈഡർ അപ്പോൾ 3 ആണ്. 12/4 ദാറ്റ് ഈസ് ഇക്വൽ ടു 3. P ഇൻറ്റു 1 പ്ലസ് I റേസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല. P 4000 ഇൻറ്റു 1 പ്ലസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 0.3 റേസ് ടു 2 n 2 മൈനസ് 1 അതാണ് ഫോർമുല. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 243.6 ആണ് 14th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ആനുറ്റി പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.